കാക്കനാട് റോഡിലേക്ക് കൂറ്റൻ ട്രാൻസ്ഫോർമർ വീണു. റോഡിൽ മറ്റ് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഒഴിവായത് വലിയ അപകടമാണ്. അപകടം ബ്രഹ്മപുരം ഭാഗത്ത് നിന്നും കളമശ്ശേരി KSEB ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു. അമൽനാഥ് പാടിശാലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അമൽ, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് റോഡിൽ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് അവസ്ഥ? ഭദ്ര, ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബ്രഹ്മപുരം ഭാഗത്ത് നിന്നും കളമശ്ശേരിയിലുള്ള KSEB ഓഫീസിലേക്ക് ഈ ട്രാൻസ്ഫോമർ കൊണ്ടുവരുമ്പോഴാണ് ഈ ട്രാൻസ്ഫോമർ ഈ വാഹനത്തിൽ നിന്നും, അതായത് കണ്ടെയ്നർ ലോറിയിൽ നിന്നും തെന്നിമാറി റോഡിലേക്ക് വീണത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ റോഡിൽ മറ്റ് വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നത് വലിയ ആശ്വാസമായും തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞത്. അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിൽ ഇത് കലാശിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. കാരണം ഈ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഓയിലുകൾ ഉണ്ടായിരുന്നു, നല്ല ഭാരമുണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കണ്ടെയ്നർ മറ്റു വാഹനത്തിന് മുകളിലേക്കോ മറ്റോ ആണ് വീണിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് ഇത് കലാശിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ ഒരു അപകടം നടക്കുമ്പോൾ ഈ പ്രദേശത്ത്, അതായത് റോഡിൽ ഒന്നും തന്നെ മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ആശ്വാസമായിരുന്നു. ഇതിനുശേഷം, ഈ അപകടത്തിന് ശേഷം സംഭവസ്ഥലത്തേക്ക് 2 ക്രെയിനുകൾ എത്തിക്കുകയും ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ കണ്ടെയ്നർ ഈ ട്രാൻസ്ഫോമർ ആദ്യം ഉയർത്തിവെക്കുകയും പിന്നീട് മറ്റൊരു വാഹനത്തിലാക്കി ഈ സ്ഥലത്തു നിന്നും മാറ്റുകയുമാണ് ചെയ്തത്. അതോടുകൂടി വീണ്ടും ഈ സ്ഥലത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. നിലവിൽ ആ ഒരു സ്ഥലത്തെ വാഹനങ്ങൾ, അതായത് ഗതാഗതം നിലവിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ വലിയൊരു ദുരന്തം ആണ് സംഭവസ്ഥലത്ത് നിന്നും ഒഴിവായത്. ഭദ്ര. അമൽനാഥ് പാടിച്ചാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാക്കനാടാണ് റോഡിലേക്ക് കൂറ്റൻ ട്രാൻസ്ഫോർമർ വീണത്. എന്തായാലും മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടാകാത്തതിനാൽ തന്നെ വലിയ ദുരന്തം ഒഴിവായി എന്നൊരു ആശ്വാസകരമായ ഒരു കാര്യം കൂടിയുണ്ട്.